പുല്ലൂറ്റ് കടുത്ത പാരിസ്ഥിതികാഘാതം സൃഷ്ടിച്ചുകൊണ്ട് കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി പ്രദേശത്ത് മാസങ്ങളായി നടത്തിവന്നിരുന്ന മണൽ ഖനനം അവസാനിപ്പിച്ചു. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ 8 മാസത്തോളമായി കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനക്കാട് ഭാഗത്തു നിന്നും മണലെടുപ്പ് തുടങ്ങിയിട്ട് വളരെ ഇടുങ്ങിയ ഈ വഴിയിലൂടെയുള്ള മണൽക്കടത്ത് മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സ്വിസ് ഇൻഫ്രാ വെഞ്ചേഴ്സ് കമ്പനി GM അഭിഷേക് മണൽ ഖനനം അവസാനിപ്പിച്ചതായി അറിയിച്ചു. ഡ്രഡ്ജിംഗ് സാമഗ്രികളും ശേഷിക്കുന്ന മണലും ഏതാനും ദിവസങ്ങൾക്കകം നീക്കം ചെയ്യുമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകി. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ 8 മാസത്തോളമായി കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനക്കാട് ഭാഗത്തു നിന്നും മണലെടുപ്പ് തുടങ്ങിയിട്ട് വളരെ ഇടുങ്ങിയ ഈ വഴിയിലൂടെയുള്ള മണൽക്കടത്ത് മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. പ്രദേശത്തെ പല ആളുകൾക്കും ശ്വാസമുട്ടലും വിട്ടുമാറാത്ത ചുമയുമാണ്. പല വീട്ടുകാരും മാറാത്ത രോഗം മൂലം വാടക വീടുകളിലേക്ക് മാറേണ്ടി വന്നു. പല വീടുകളിലെയും മതിലുകൾ ഇടിഞ്ഞു വീഴാറായി നിൽക്കുകയാണ്. വീടുകൾക്കും വിള്ളൽ വീണു തുടങ്ങി. ശുദ്ധജല സ്രോതസ്സുകളിൽ ഉപ്പ് കയറാൻ തുടങ്ങി. കടുത്ത വേനൽ കൂടി വരുന്നതോടെ സമീപത്തെ കിണറുകളിൽ ഉപ്പുവെള്ളമാകും. ഖനനത്തിന് ശേഷം വരുന്ന ചെളിവെള്ളം തിരിച്ച് പുഴയിലേക്ക് തള്ളുന്നത് മൂലം മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലായി. കനോലി കനാലിന്റെ ഈ ചെറിയ പ്രദേശത്തു നിന്ന് മാത്രം ഡ്രഡ്ജിംഗ് നടത്തി ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. ഇത്രയും മണൽ ഇവിടെ നിന്നും എടുത്തതോടെ കരയും ഇടിഞ്ഞ് വെള്ളത്തിലായി തുടങ്ങി. ഈ പ്രശ്നത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച് മാസങ്ങളായി സമരമുഖത്തുണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായി നാടിന്റെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നടത്തിയ യോഗത്തിൽ പ്രദേശവാസികളായ നിരവധി ആളുകൾ പങ്കെടുത്തു. മഞ്ഞനക്കാട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വാർഡ് കൗൺസിലർ അനിത ബാബു, ജനകീയ സമിതി അംഗങ്ങൾ, നാട്ടുകാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.